ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഒട്ടനവധി പേഷ്യൻസ് നമ്മളോട് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മൈഗ്രെയിൻ എന്നുള്ളത്. മൈഗ്രെയിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പ്രത്യേകമായി അതിന്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം എന്താണ് മൈഗ്രെയിൻ എന്നുള്ളത്? കുറേ പേർ പറയുന്ന ഒരു കണ്ടീഷനാണ് മൈഗ്രെയിൻ ഉണ്ട്, എനിക്ക് ഭയങ്കര വേദനയാണ് എന്നൊക്കെ. ഇതൊരു നാഡീവ്യവസ്ഥ രോഗമാണ്. അതായത് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഒരു സൈഡിലായിരിക്കും ഇത് കാണുന്നത്. ഇതൊരു വൺ സൈഡഡ് ഹെഡേക്ക് ആണ്. അതാണ് ഏറ്റവും ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം എന്നുള്ളത്. മിക്കവാറും ഇത് വരുന്നത് വൺ സൈഡഡ് ആയിരിക്കാം. ഒന്നില്ലെങ്കിൽ റൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കാം, ലെഫ്റ്റ് സൈഡ് ആയിരിക്കാം. ഇനി അതിനോടനുബന്ധിച്ച് ഇത് ചിലപ്പോൾ മിക്കവാറും പോയിന്റഡ് പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കണ്ണിലോട്ടും അതേപോലെ തന്നെ ആ സൈഡിലോട്ടും, ഇപ്പം റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് കയ്യിലോട്ടും കഴുത്തിലോട്ടും അതേപോലെ കണ്ണിലോട്ടും പോകുന്ന ഒരു പ്രവണതയുമുണ്ട്, സ്പ്രെഡ് ചെയ്ത് പോകുന്നതും കാണാറുണ്ട്. ഇതേപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് ഓക്കാനം, ഛർദി അതിയായവ എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റിനോടും സൗണ്ടിനോടുമുള്ള സെൻസിറ്റീവ്നെസ് ഭയങ്കരമായിട്ട് കൂടും. ഈവൻ മണത്തിനോടും ചില സമയങ്ങളിൽ ഇതൊന്നും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സൗണ്ടോ അല്ലെങ്കിൽ മണമോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഛർദിക്കാനും അല്ലെങ്കിൽ നോസിയ പോലെ, അതായത് ഓക്കാനം പോലെയുള്ള ഒരവസ്ഥയിലേക്ക് പേഷ്യന്റ് കടന്നു പോകും. അതിനോട് ബന്ധപ്പെട്ട് ഓറ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അതായത് തലവേദന വരുന്നതിന് തൊട്ടു മുൻപ് അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ കണ്ണിനൊരു ബ്ലേർനെസ്, അല്ലെങ്കിൽ കണ്ണിലെ ലൈറ്റുകൾ കാണുന്ന കുഞ്ഞു കുഞ്ഞ് മിന്നാമിനുങ്ങുകൾ പോലെയുള്ള ലൈറ്റുകൾ കണ്ണിന്റെ മുന്നിൽ കാണുന്നത് പോലെ തോന്നുക. അതുമല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാകുന്നത് പോലെ, അതായത് കണ്ണിനോട് ബന്ധപ്പെട്ട് കാഴ്ച കുറയുന്ന പോലെ, മങ്ങുന്ന പോലെ, ബ്ലറിങ് ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് തുടക്കത്തിൽ കാണിക്കും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ മൈഗ്രെയിനിലോട്ട് ഈ ഒരു കേസ് മാറുകയും ചെയ്യും. മൈഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിങ്ങുന്ന പോലത്തെ വേദനയായിരിക്കാം, ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലത്തെ, കുത്തുന്ന പോലത്തെ വേദനയായിരിക്കാം, അല്ലെങ്കിൽ ത്രോബിങ്, നല്ല പോലെ ഇളകി മറിഞ്ഞുള്ള വേദനകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള വേദനയായിരിക്കാം മൈഗ്രെയിൻ എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ പ്രധാനമായും അതൊരു വൺ സൈഡഡ് ഹെഡേക്കും, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഒട്ടനവധി അതിനോട് അടുപ്പിച്ച് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കണ്ടീഷൻസ്, അതായത് ഛർദ്ദിക്കാൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തില്, ചിലവർക്ക് തലകറക്കം, ക്ഷീണം ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് 1 മണിക്കൂർ മുതൽ ചിലപ്പോൾ 3 ദിവസം, 2 3 ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് മൈഗ്രെയിൻ എന്നുള്ളത്. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം സൈനസൈറ്റിസ് ആകുമ്പോൾ കഫം കെട്ടി ഉണ്ടാകുന്ന തലവേദനയാണ്. അത് മിക്കവാറും നമ്മുടെ ഫോർഹെഡ്, നെറ്റിയോട് ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം മൈഗ്രെയിൻ ആണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് പ്രോമിനന്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. സൈനസൈറ്റിസ് അല്ല എന്ന് ഉറപ്പുമാക്കിയ എല്ലാ കേസസും തന്നെ മിക്കതും ഇങ്ങനെ മൈഗ്രെയിൻ എന്നുള്ള ഒരു ഡയഗ്നോസിസിലാണ് എത്തുന്നത്. ചില കേസസിൽ മൈഗ്രെയിന്റെ കൂടെ തന്നെ സൈനസൈറ്റിസും വന്ന് കാണാറുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. കണ്ണ് മങ്ങിപ്പോകുന്ന ഒരവസ്ഥ, പിന്നെ ഈ ഒരു ഛർദി, പിന്നെ തലവേദനയിൽ തന്നെ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകാം. ഇനി നമുക്ക് നോക്കിയാലോ ഇത് എന്തൊക്കെയായിരിക്കാം ഇതിന്റെ കാരണങ്ങളെന്ന്. പ്രധാനമായും ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം. കാരണം ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതില് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ, അതായത് ജലാംശം കുറയുന്നത്. അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. വെള്ളം കുറഞ്ഞു, അപ്പൊ ഇന്ന് മുഴുവനും വെള്ളം കുടിക്കാൻ പറ്റിയില്ല, വളരെ തിരക്കായിരുന്നു. ചില സമയത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികൾക്ക് തലവേദന ഉണ്ടാകാം. ഈവൻ വലിയവരിലും മൈഗ്രെയിൻ ഒരു കോമൺ കണ്ടീഷനായിട്ട് മാറുകയാണ്. അപ്പൊ ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഉറക്കക്കുറവ്. ഇപ്പൊ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാതെ ഇരുന്നു പഠിച്ചു എന്ന് പറയുന്ന കേസസിൽ തലവേദന ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ളത് ഹോർമോണൽ ഇംബാലൻസസ്. മെൻസസിനോട് തൊട്ടു മുൻപ് പെൺകുട്ടികളിലാണെങ്കിൽ, ആൺകുട്ടികളിലും അതേപോലെ തന്നെ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസസും കാണുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് തലവേദന ഉണ്ടാകാം. അത് ഒരു കാരണമാണ്. അതായത് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിലോ പെൺകുട്ടികളിലാണെങ്കിൽ ആ സമയത്തോ ഇങ്ങനെ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. ഇനിയുള്ളത് ക്ലൈമറ്റിന്റെ ചേഞ്ച്. സഡൻ ആയിട്ട് ചൂട് മാറി പെട്ടെന്ന് തണുപ്പ് വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡാം ക്ലൈമറ്റിലോട്ട് പേഷ്യന്റ് പോകേണ്ട ഒരു ആവശ്യം വന്നു. ഇങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റിന്റെ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എഫക്ട് ചെയ്യാറുണ്ട്.
ഭക്ഷണത്തിലെ വേരിയേഷൻ, ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ അലർജി ഉള്ളവരുണ്ട്. കോഫി, ചീസ്, അതേപോലെ തണുത്ത സാധനങ്ങൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഏതായിരിക്കും എന്നുള്ളത് അവർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഉറപ്പിച്ച് പറയാനും നമുക്ക് കഴിയില്ല. അലർജി ഉള്ള പല സാധനങ്ങളും മൈഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ അതിനെ പരിഹരിക്കാം എന്നുള്ളത് ഞാൻ പരിഹാരങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഭക്ഷണങ്ങൾ ഒരു പ്രധാന മേഖലയാണ്. അതിൽ ഏത് സാധനമാണെന്ന് ആ പേഷ്യന്റിന് മാത്രമേ തരംതിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ളത് ഇതാണ്. പിന്നെ ഉള്ളത് സ്ട്രെസ്സാണ്. ഇപ്പൊ തലേ ദിവസം നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടായി, അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പേഷ്യന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ട് തരമാണ്. ഒന്ന് തലേ ദിവസം അടുത്ത ദിവസം എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ദിവസം വലിയ എന്തെങ്കിലും പരിപാടി ഉണ്ട്, അത് കാരണം ഞാൻ ടെൻഷൻ അടിച്ചു, ഇന്ന് എനിക്ക് തലവേദന വന്നു, ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോവാണ്, ചിലപ്പോൾ ഒരു ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളാണ് കുട്ടികൾ കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഇതേപോലെ തന്നെ അടിക്കടിയായിട്ട് മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട്. ഈവൻ ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്നതിൽ പെട്ടതാണ് ചില കുറ്റബോധങ്ങൾ. അതായത് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അത് നമ്മുടെ ഉള്ളിൽ റിമോഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതായത് ഒരു കുറ്റബോധമാണ്, പക്ഷെ അത് കാലാകാലങ്ങളായിട്ട് അത് ഉള്ളിലുള്ളതാണ്, ആരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്കും അടിക്കടി ഈ പറഞ്ഞ പോലെ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ കണ്ടുവരാറുണ്ട്. അപ്പൊ സമ്മർദ്ദം ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാരണങ്ങളിൽ വരുന്നത്. കാരണങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അറിയാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒരു കാരണം ആ പേഷ്യന്റിൽ കാണുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാം, ഏറ്റവും വേഗം അതിനെ കറക്റ്റ് ചെയ്യണം, ഏറ്റവും വേഗം അതിനെ ഡോക്ടറെ കാണിക്കണം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ പരിഹരിക്കുക എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കാനം, ഛർദി എന്ന് പറയുന്ന കുറച്ച് അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇതിനോട് ചേർന്ന് വരുന്ന പ്രശ്നങ്ങൾ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ചായ, അങ്ങനെ ടർമറിക് ഒക്കെ ഇട്ട ചായ കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട നോസിയ, വോമിറ്റിംഗ്, ഈ ടെൻഷൻസ് ഒക്കെ കുറച്ച് കുറയ്ക്കുന്നതാണ്. ഇനി നമുക്ക് മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. ഇത് നമുക്കൊരു റിലീവറാണ്. അതുകൊണ്ട് തന്നെ ഈ വാഴപ്പഴം, ചീര, ബദാം, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഹോർമോണൽ ഇംബാലൻസസ് ആണ് റീസൺ എങ്കിൽ, അതായത് മെൻസസിനോട് ബന്ധപ്പെട്ടാണ് തുടർച്ചയായി നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നതെങ്കിൽ അതിനോടുള്ള ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമുക്ക് ആണെങ്കിൽ ഒരുപാട് കേസസ് ഉണ്ട് മെൻസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള തലവേദന മാത്രം ക്ലിയർ ചെയ്യാൻ. അപ്പോൾ ഇന്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി അതേ കുറയ്ക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 6 മാസം ഇത് തുടരുന്നത് വഴി നമുക്ക് അതിന്റെ ശക്തി കുറയുന്നു, പിന്നെ അതേപോലെ തന്നെ ഫ്രീക്വൻസി കുറയുന്നു. അല്ലെങ്കിൽ എന്താണ് ഈ പേഷ്യൻസ് കോമൺ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ചെറിയ ചെറിയ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നു, അതിനോട് ബോഡി പ്രതികരിക്കാതെ വരുമ്പോൾ ഹയർ ഡോസിൽ നമ്മൾ പെയിൻ കില്ലർ എടുക്കുന്നു. അപ്പോൾ അതൊരു സ്ഥിര പരിപാടിയായിട്ട് എല്ലാ മന്തും പീരീഡ്സ് വരുന്ന സമയത്ത് ഇങ്ങനെ പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് നമ്മൾ ഒഴിവാക്കണം. അതിന് പകരം നമ്മൾ ഹോമിയോ മരുന്നുകൾ നമ്മുടെ പ്രകൃതം അനുസരിച്ചുള്ള കഴിക്കുന്ന സമയത്ത് ഇതിന്റെ ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ആ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടത്. അതേപോലെ ജലാംശം നിലനിർത്തുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ തലവേദന ഇളകി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉറക്കം കറക്റ്റ് ആക്കി എടുക്കുക. കാരണം ഉറക്കം ടൈമിന് ഉറങ്ങുക, 7 മുതൽ 8 മണിക്കൂർ കണ്ടിന്യൂസ് ഉറക്കം ഈ പേഷ്യന്റിന് കിട്ടുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സ്ട്രെസ് കുറയ്ക്കാൻ അന്ന് പെട്ടെന്ന് വിചാരിച്ച സ്ട്രെസ് കുറയത്തില്ല. നമുക്കറിയാൻ പറ്റും അടുത്ത ദിവസം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വരാൻ ഇടയുണ്ട്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതൊരിക്കലും ഒരാളുടെ ഇപ്പൊ നമുക്ക് പറയാം, അയ്യോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ, നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതെ ഇരുന്നൂടെ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. ആ പേഷ്യന്റിനെ അറിയാൻ പറ്റും ആ സ്ട്രെസ് അവർക്ക് എന്താ പറയാ വരുന്നതാണ്. അതായത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആ ഒരു സ്ട്രെസ്. അത് ചിലപ്പോൾ ഒരു വയറുകാളൽ പോലെയോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ഒരു വെപ്രാളം പോലെയോ ഒരു റെസ്റ്റ്ലെസ്നെസ് പോലെയോ ഒക്കെ ആയിരിക്കും ഇവർക്ക് കാണുന്നത്. ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ് ഇവർക്ക് ഈ തലവേദന വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ മാറ്റാവുന്ന ഒരു കാര്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നില്ലെങ്കിൽ ധ്യാനം, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസസ്, അതിനോട് ബന്ധപ്പെട്ട ഹാപ്പി ആക്കാനുള്ള, അതായത് സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ആ പേഷ്യന്റ് ആദ്യം മുതലേ ചെയ്തുകൊണ്ടേ പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സമയത്ത് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇന്റൻസിറ്റി കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ തലവേദനയും കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോക്കി വരിക. പിന്നെ ക്ലൈമറ്റിലെ വേരിയേഷൻസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ശ്രദ്ധിക്കുക. വെയിൽ കൊള്ളാതെ നോക്കുക. ശക്തിയായ വെയിൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം, ശക്തിയായിട്ടുള്ള വെളിച്ചം കണ്ണിലോട്ട്
ചൂടിലോട്ട് വരുമ്പോൾ ഫോട്ടോഫോബിയ എന്നൊരു കണ്ടീഷൻ വരുന്നു. അതിനോട് ബന്ധപ്പെട്ട് തലവേദന ഇളകുന്ന ആളുകളുണ്ട്. അപ്പൊ വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. അതേപോലെ സഡൻ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചസ്, തണുപ്പിൽ നിന്ന് ചൂടിലോട്ട്, ചൂടിൽ നിന്ന് തണുപ്പിലോട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പറ്റാത്തവര്. പിന്നെ ഭക്ഷണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൽ ഇപ്പൊ ചീസാണ് പ്രശ്നമെങ്കിൽ, ആ പാലുൽപ്പന്നങ്ങളാണ് പ്രശ്നമെങ്കിൽ പാലുൽപ്പന്നങ്ങൾ കുറച്ച് നാളത്തേക്ക് കുറയ്ക്കുക. അതുപോലെ തന്നെ മെഡിസിൻസ് കഴിക്കുക, ആവശ്യമെങ്കിൽ മെഡിസിൻ കഴിക്കുക. മെഡിസിൻ കഴിക്കുന്ന സമയങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അലർജിക് ആയിട്ടുള്ള ഫുഡുകൾ ഏതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയതുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുക. മാറ്റി നിർത്തിയിട്ട് ബോഡി അതിനോട്, ഈ മരുന്നിനോട് അഡ്ജസ്റ്റഡ് ആയി ഒരു വലിയ കുഴപ്പമില്ല, പേഷ്യന്റ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിന് തലവേദന വന്നെങ്കിലും ഇന്റൻസിറ്റി കുറവാണ്, പെയിൻ കില്ലർ എടുക്കാതെ ഈ പേഷ്യന്റിന് നിലനിൽക്കാം അല്ലെങ്കിൽ ഓക്കെ ആണെന്നുള്ള അവസ്ഥയിൽ മാത്രം ചീസോ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളോ കഴിച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രം ബോഡിയോട് അഡാപ്റ്റ് ചെയ്ത് പതുക്കെ, അതാണ് 3 month മുതൽ 6 month വരെയാണ് ഞാനൊക്കെ പറയാറുള്ളത്. അപ്പൊ അത്രയും കാലം നമ്മുടെ കൂടെ നിന്ന് കോപ്പറേറ്റ് ചെയ്ത് മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ ഇതിനെ കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷന്റെ പ്രശ്നം ഇതാണ്. സഡൻ ആയിട്ട് നമ്മൾ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പെയിൻ റിഫ്ലക്സ് കട്ടാവുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സുഖം തോന്നും, ഒട്ടും വേദന ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിനേക്കാട്ടിലും ശക്തി കൂടുതലായിട്ടായിരിക്കും പെയിൻ വരുന്നത്. മാത്രമല്ല ഇത് എത്ര കാലം നമ്മൾ പെയിൻ കില്ലർ കഴിച്ചാലും ഇത് റിക്കർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ മരുന്നാവുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറയും, ഫ്രീക്വൻസി കുറയും. പതുക്കെ ഒരു 6 month കൂടെ, ഇപ്പൊ ആദ്യം ആഴ്ചയിൽ വന്നിരുന്ന ആളാണെങ്കിൽ പിന്നെ ഇത് 2 ആഴ്ചയിൽ വരും, പിന്നെ അത് മാസത്തിലാവും, പിന്നെ അത് കുറഞ്ഞ് പതുക്കെ സ്റ്റോപ്പ് ആവുന്നത് കാണാം. ഇന്റൻസിറ്റി കുറയുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു ധൈര്യം വരും. അപ്പൊ നമുക്ക് പെയിൻ കില്ലർ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഉറക്കം കറക്റ്റ് ചെയ്ത്, ചിലവർക്ക് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാൽ മതി, അടുത്ത ദിവസം ആകുമ്പോഴേക്കും അത് കുറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ ബെറ്റർ ആക്കി എടുത്തിട്ട് പേഷ്യന്റിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകളല്ല, ഇതൊരു ശരിക്കും ഒരു ഇതിലൂടെ കടന്നു പോകുന്ന ഒരു പേഷ്യന്റിന് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്